ഹായ്, നമസ്കാരം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത് അതൊരു അധികാരമാണ്, പദവിയാണ് എന്ന്? തീർച്ചയായിട്ടും അതൊരു പദവിയോ അധികാരമോ അല്ല. മറിച്ച് അതൊക്കെ പ്രചോദനം നൽകിക്കൊണ്ട് അവരെ കൃത്യമായ ഒരു പാതയിലൂടെ നയിക്കുക എന്നതാണ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നേതൃത്വ പാഠകം എന്ന് പറയുന്നത്. അത് ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു പദവിയോ അല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അവരെ കൂടെ നിന്ന് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് ഒരു ഉദാഹരണം, ഇപ്പൊ നമുക്ക് മഹാത്മാ ഗാന്ധിയെ നോക്കാം. ഗാന്ധിജി ചെയ്തിരുന്നത് യാതൊരുവിധ പദവിയോ ഒന്നും ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടോ അല്ല അദ്ദേഹം ആളുകളെ നയിച്ചിരുന്നത്. അദ്ദേഹം ആളുകൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്ത് അവരെ അതിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാണിച്ചു കൊടുത്തുകൊണ്ട് നയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നത് ചെയ്യുക എന്ന് പറയുന്നതിലല്ല നേതൃത്വം ഉള്ളത്. അതിന് മറിച്ച് അവർക്ക് എങ്ങനെ അത് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായി കൂടെ നിന്ന് നയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എല്ലാവരെയും തന്നെ ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വളരുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതൃത്വ നായകൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വളർച്ച, അത് കൂടെ നിന്ന് അവരെ വേണ്ട പ്രചോദനം നൽകി ഒരു കാര്യത്തിലേക്ക് നയിക്കുകയും കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നയിച്ചുകൊണ്ട് അവരെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും അവരെ എല്ലാവരെയും വളർച്ച ഒരുമിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എല്ലാവരുടെയും വളർച്ച ഒരുമിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കിയറിയാം, ഒരു ടീം, ഒരു കോച്ചാണെങ്കിൽ ആ ഒരു ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു യൂണിറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ അതിനകത്തേക്ക് നയിക്കുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ അവർക്ക് കോൺഫിഡൻസ് വളർത്തി അവരെ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിന്നാണ് ആ ഒരു ടീമിനെ നയിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നേതൃത്വം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു പദവിയിലോ അധികാരത്തിലോ ഇരുന്നു കൊണ്ട് ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നതിലാണ്. ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതൃത്വ നായകൻ ഒരിക്കലും ഒരു വിജയത്തിലെ ആഘോഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയത്തിനെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസ്സുകൂടെ കാണിക്കും. അപ്പൊ അങ്ങനെയാണ് ആ നല്ല നായകന്മാർ അല്ലെങ്കിൽ നല്ല ലീഡേഴ്സ് ആളുകളെ നയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു, ഒരു നേതൃത്വ നായകൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അധികാര പദവിയോ ഒന്നുമല്ല, മറിച്ച് മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ഇന്നത് ചെയ്യുക എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ കൂടെ നിന്ന് നയിച്ച് അവരുടെ വളർച്ചയും അവരുടെ ആഘോഷവും അതുപോലെ അവരുടെ വിജയവും ആഘോഷിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്നതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരം പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ നല്ല ഒരു ടീമിനെ നയിക്കാനുള്ള അധികാര ശക്തി നിങ്ങൾ, അല്ലെങ്കിൽ അധികാരമല്ല, അതിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാവരിലും ഉണ്ട്. അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഒരു കാര്യം. അപ്പൊ മറ്റുള്ളവരെ നയിക്കുക എന്ന് പറയുന്നത് ഒരു അധികാരം ഉപയോഗിക്കുകയല്ല, മറിച്ച് അവരുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും പരാജയം ഉണ്ടായാൽ പോലും അവിടെ തളർന്നു പോകാതെ അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാവരിലും ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ നയിക്കാനും സഹായിച്ചുകൊണ്ട് അവരുടെ വളർച്ചയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ടേക്ക് കെയർ. ബൈ.